സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സസുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹ. ശ്രീ ഗുരുഭ്യോ നമഃ. ശരണമയ്യപ്പ. ഹരേ. എല്ലാ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും നൂറായിരം സ്നേഹാശംസകൾ. നമ്മുടെ നിത്യജീവിതം വളരെ സന്തോഷത്തിൽ നിന്നും സന്തോഷപ്രദമാക്കി തീർത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റി എടുക്കുകയാണ്. ഇത് മാറ്റേണ്ടത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ ബ്രെയിനാണ്, നമ്മുടെ മനസ്സാണ്, നമ്മുടെ ചിന്തകളാണ്. ഇവയുടെ ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടെ ബ്രെയിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യണം. രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ നമ്മളൊന്ന് നമസ്കരിക്കണം ഭഗവാന്റെ മുന്നിൽ. അപ്പോൾ ആ ശിരസ്സൊന്ന് ഭൂമിയിൽ മുട്ടിക്കണം. ഉറങ്ങി എഴുന്നേറ്റ ഉടനെ കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേത് ഗോവിന്ദ, പ്രഭാതേ കരദർശനം എന്ന് പറഞ്ഞ് ചിരിക്കുമ്പോൾ മുഖത്തെ മാംസപേശികൾ വലിച്ചു പിടിക്കുകയായി. ബ്രെയിനകത്തോട്ട് ഒരു ഹാപ്പി ഹോർമോൺ ഓപ്പൺ ചെയ്യാൻ മെസ്സേജ് കൊടുക്കുകയായി. അശ്വക്രാന്ത രഥക്രാന്ത വിഷ്ണുക്രാന്ത വസുന്ധര ശിരസ ധാരയിഷ്യാമി രക്ഷസ്വമാം പദേ പദേ എന്ന് പറഞ്ഞ് ഭൂമിദേവിയെ നമസ്കരിക്കണം. അപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി ഡിസ്ചാർജിങ് പ്രോസസ്സാണ് അത്. അപ്പോൾ തലയിങ്ങനെ താഴത്തോട്ട് നമിക്കുമ്പോൾ ഒരു ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റമാണ് ഈ നമസ്കാരത്തിൻ്റെ പിറകിലുള്ള ഒരു രഹസ്യം. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ വർദ്ധിപ്പിക്കുകയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. മനസ്സിൻ്റെ സമ്പൂർണതയിലേക്കുള്ള പ്രയാണമാണ് നമ്മുടെ ജീവിതം. അപ്പോൾ മനസ്സിലാക്കണം, ആത്മന്യേരാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ബന്ധുവും നമ്മുടെ ശത്രുവും. അതിനെന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ട്രിക്ക് പൂർണ്ണാവതാരമെടുത്ത കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ മനസ്സിനെ നമ്മുടെ കൂട്ടുകാരനാക്കി മാറ്റിയെടുക്കുക. നമ്മുടെ മനസ്സിനെ സ്വന്തം കൂട്ടുകാരനാക്കി മാറ്റിയെടുക്കാനുള്ള വഴികൾ അതെന്താണെന്ന് ഇത്തിരി മെനക്കെട്ട് പഠിക്കണം. എന്നിട്ട് നമ്മൾ പ്രണയിക്കേണ്ടത് സാഹിത്യത്തിൽ, നോവലിൽ, കവിതയിൽ, ഗാനങ്ങളിൽ ഒക്കെ പറയുന്ന പോലെ ഈ പ്രേമം അവനവൻ്റെ മനസ്സിനെ പ്രണയിക്കണം. മനസ്സാണ് മനുഷ്യനിലാണ് മനസ്സ്. മനസ്സാണ് മനുഷ്യനിലാണ് മനസ്സ്. മനമാണ് ഗുരുവായൂരപ്പൻ. കണ്ണനാരാണ്? മനമാണ് കണ്ണൻ. കണ്ണ് തന്നെയാണ്, മനം തന്നെയാണ് കാർമേഘവർണ്ണനായ കണ്ണൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോഴോ അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താൻ തന്നെയെന്നുറയ്ക്കവളിൽ ആനന്ദമെന്തു ഹരി നാരായണായ
തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഹരിനാമ കീർത്തനത്തിൽ പറഞ്ഞു, കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണ്. അതുകൊണ്ടാണ് കണ്ണൻ എന്ന പേര് പോലും വന്നിരിക്കുന്നത്. ആ കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണ്, ഇത് കാണുന്നവൻ്റെ പേരാണ് ഹിന്ദുക്കൾ. അപ്പോൾ സെമിറ്റിക് മതങ്ങളൊക്കെ ഇത് പുറത്താണ് കാണുന്നത്. സനാതനമായ ഋഷിപ്രോക്തമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയാണ് ഈ ആത്മദർശനം. അതുകൊണ്ട് തന്നെയാണ് സുകൃതികളാണ് ഓരോ ഹിന്ദുക്കളും. കാരണം നിർഭയത്വം, സർവത്ര സ്വാതന്ത്ര്യം, അഭിഹി ഇത് വേദാന്തദണ്ഡിമാഹ. ഈ വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും ഭഗവത്ഗീതയിലും മഹാഭാരതത്തിലടക്കം 2 സബ്ജക്റ്റാണ് പറയുന്നത്, ഡു ഓർ ഡോൺസ്. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്ന്. നമ്മുടെ ഗാന്ധാരിയുണ്ട്, ഗാന്ധാരി ഒന്നാമത് ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര മാമക പാണ്ഡവശ്ചയ കിമ കൂർവത സഞ്ജയ. ഇത് സഞ്ജയൻ ആരോട് പറയുന്നതാണ്? ധൃതരാഷ്ട്രോട് പറയുന്നതാണ്. അപ്പം തന്നെ മനസ്സിലാക്കണം, ഈ ഗാന്ധാരിയെ പറയുന്നതാണ് ധൃതരാഷ്ട്രപത്നി. ഇതിലൊരു വിഷനും മിഷനുമാണ്. ഇതുപോലെ ആകരുത്. കണ്ണടച്ച് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് മക്കൾ കഞ്ചാവിനും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി 101 മക്കളും ചത്ത് പെട്ടഞ്ഞു മരിക്കുന്നത് പോലെ നമ്മുടെ മക്കൾ ആകരുത്. മറിച്ച് കുന്തി മാതാവിനെ പോലെ നമ്മൾ വളരണം. ഇതാണ് കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. കൃഷ്ണനെ ജഗദ്ഗുരുവായി കാണുന്നത് കൊണ്ടാണ് കുന്തിയെ കുന്തി മാതാവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കുന്തി മാതാവിൻ്റെ മനസ്സ് ഭവാമ്യചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസ. മനസ്സിലെപ്പോഴും ഒരു കൃഷ്ണനാമം നമ്മൾ കൊണ്ടു നടക്കണം. മനസ്സിലെപ്പോഴും ഒരു ഈശ്വരീയത നമ്മൾ കൊണ്ടു നടക്കണം. അപ്പോഴാണ് നമുക്ക് സർവം കൃഷ്ണാർപ്പണമസ്തു. അപ്പോൾ കൃഷ്ണ പ്രേമ കൃപാസാഗരം എവിടെയെങ്കിലൊക്കെ കേട്ട് കാണും. ഏതെങ്കിലുമൊക്കെ പാട്ടുമായിട്ട് ഇതിന് ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഞാനല്ല. കൃഷ്ണ പ്രേമ കൃപാസാഗരം. ഈ കൃഷ്ണ പ്രേമ കൃപാ സാഗരത്തിൽ നീന്തി തുടിക്കുന്നതായി മാറണം. മാറ്റിയെടുക്കണം. എന്ത്? നമ്മുടെ ജീവിതം ശ്രദ്ധിക്കണം. കൃഷ്ണനോട് നമുക്ക് അങ്ങോട്ടിയാണൊരു പ്രേമം, കൃഷ്ണന് നമ്മളോട് പ്രത്യേകിച്ച് ഭഗവാൻ ഇങ്ങോട്ടൊരു പ്രേമമോ വൈരാഗ്യമോ ഒന്നും തന്നെ ഭഗവാനില്ല. ഭഗവാൻ പ്രേമത്തിനും വൈരാഗ്യത്തിനും അതീതനാണ്. ആര്? കൃഷ്ണൻ. അതെന്താ തിരുമേനി അങ്ങനെ പറഞ്ഞത്? എനിക്കറിയാം, കൃഷ്ണനെ എനിക്ക് പരിചയമുണ്ട്. ഞാനും പുള്ളിക്കാരനുമായിട്ട് അത്രയധികം കണക്ഷനാണ്. നമുക്ക് കൃഷ്ണനോട് അങ്ങോട്ട് പരമപ്രേമമാവാം. പക്ഷെ കൃഷ്ണന് നമ്മളോട് ഇങ്ങോട്ട് പ്രത്യേകിച്ചൊരു പ്രേമവും ഇല്ല, പ്രത്യേകിച്ച് എന്തില്ല, ഒരു പിണക്കവും ഇല്ല. അത് അത്ര ശരിയാണോ തിരുമേനി? ശരിയാണോ അല്ലയാണോ? ഭഗവത്ഗീതയിൽ 9ാമത്തെ അധ്യായം എടുത്തിട്ട് 29ാമത്തെ ശ്ലോകം എടുത്തു കൊടുക്കും. സമോഹം സർവഭൂതേഷു. ഭഗവാന്റെ നയം അസന്നിഗ്ധമായിട്ട് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. സമോഹം സർവഭൂതേഷു. ഞാൻ ഗുരുവായൂരപ്പ ഭക്തന്മാരുടെ പ്രത്യേകിച്ചാണ് ഗുരുവായൂരപ്പ എന്നാണ് പറഞ്ഞത്. അല്ല, സമോ അഹം സർവഭൂതേഷു. ഞാൻ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിലും സമമാണ് എന്ന് പറയുന്നു. ഇനിയോ, നമേ ദ്വേഷ്വാസ്ഥിന പ്രിയ സമോഹം സർവഭൂതേഷു. നമേ ദ്വേഷ്വാസ്ഥിന പ്രിയ. ഞാൻ എല്ലാവരോടും സമമായിട്ടാണ്.
എനിക്ക് പ്രത്യേകിച്ച് ആരോടൊരു പിണക്കവുമില്ല, പ്രത്യേകിച്ച് ആരോടും ഒരിഷ്ടവുമില്ല. യേ ഭജന്തിതു മാം ഭക്ത്യ, ഭക്തിയോടുകൂടി ആരാണോ എന്നെ ഭജിക്കുന്നത്, മയി തേഷു ചാപ്യ അഹം, മയി തേഷു ചാപ്യ അഹം, ഞാൻ അവരിലും അവർ എന്നിലും. ഇതാണ് ഗുരുവായൂരപ്പൻ്റെ നയം, ഇതാണ് ഗുരുവായൂരപ്പൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, 100% പരിശുദ്ധമായിരിക്കണം എന്ത്, നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും. കാരണം ഗുരുവായൂരപ്പ ഭക്തനാണെന്നുണ്ടെങ്കിൽ മദ്യം തുടരുത്, മയക്കുമരുന്ന് തുടരുത്, മാംസാഹാരങ്ങൾ കഴിക്കരുത്, പുകവലി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുത്. ഇതൊന്നും ഉപയോഗിക്കുന്നവർ ഗുരുവായൂരപ്പ ഭക്തന്മാരല്ല, ഇതൊന്നും ഉപയോഗിക്കുന്നവർ ഹിന്ദുക്കളല്ല. കാരണം ഗോപാലകൃഷ്ണനാണ്, ഗോവിനെ പരിപാലിപ്പിക്കുന്നവരാണ്. സമോഹം സർവഭൂതേഷു നമേദ്വേഷിസ്തേ ന പ്രിയ യോ ഭജന്തിതു മാം ഭക്ത, എൻ്റെ ഭക്തന്മാരെ മൈ തേഷു ചാപ്യ അഹം, ഞാൻ അവരുടെ ഹൃദയത്തിലാണ്. അപ്പോൾ നല്ലവണ്ണം മാംസമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂരപ്പൻ ഇവിടെ വന്നിരിക്കുമോ? ഇല്ല. മദ്യപിച്ച് കഴിഞ്ഞാൽ ആ ശരീരത്തിൽ ഗുരുവായൂരപ്പൻ വന്നിരിക്കുമോ? ഇല്ല. പിന്നെ ദുസ്വഭാവമാണ് മനസ്സിലെങ്കിൽ വെട്ടിപ്പിടിക്കാനും കട്ടുപറിക്കാനും ചതിക്കാനും വഞ്ചിക്കാനും വ്യഭിചരിക്കാനുള്ള മനസ്സാണിച്ച് അവിടെ വന്ന് ഗുരുവായൂരപ്പൻ ഇരിക്കുമോ? ഇല്ല. അപ്പോൾ ജ്ഞാതും ദൃഷ്ടും പ്രവേഷ്ടും, ഗുരുവായൂരിൽ പോയിട്ട് ഗുരുവായൂരപ്പനെ തൊടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ കുറിച്ച് ജ്ഞാതും ആദ്യം നമ്മൾ അറിഞ്ഞു, പിന്നെ ദൃഷ്ടും ദർശിക്കുന്നു, പിന്നെ പ്രവേഷ്ടും ഗുരുവായൂർ ശ്രീലകത്ത് അകത്ത് പ്രവേശിക്കാനുള്ള മനസ്സിനുടമകളാണ് ഓരോ ഗുരുവായൂരപ്പ ഭക്തന്മാരോ. കൊള്ളാലോ തിരുമേനി, സത്യം സത്യം. അപ്പം ആദ്യം ഗുരുവായൂരപ്പനെ കുറിച്ച് എന്ത് പറയുക? ജ്ഞാതും അറിഞ്ഞു, ഗുരുവായൂരപ്പനെ കുറിച്ച് അറിഞ്ഞു, പിന്നെ ജ്ഞാതും ദൃഷ്ട്വാ, ദൃഷ്ടി കൊണ്ട് ദർശിക്കുന്നു, കാണുന്നു. എന്നിട്ടോ മനസ്സ് മെല്ലെ ആ ശ്രീലകത്തെ തമ്പുരാനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രവേശിക്കുന്നു. അപ്പോൾ മയി തേഷു ചാപ്യ അഹം, ഞാൻ. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അതിസൂക്ഷ്മമായ ആ ചൈതന്യം നമ്മളിലോട്ടും പ്രവേശിക്കുന്നു. ഇതിന് നമ്മൾ ഭക്തി കൊണ്ട് എന്താവണം? അധികാരിയാകണം. ഇല്ല എങ്കിൽ ഗുരുവായൂരത്തിൽ വെറുതെ പോകരുത്. അപ്പോൾ ഇനി ഇതാരാ പറയുന്നറിയോ? സർവജ്ഞനായ ഭഗവാൻ പറയുന്നു. സർവജ്ഞനായ ഭഗവാൻ പറയുന്നു, ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട്. ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ നിമിഷം എന്താണ്, അതാണ് എന്ത്? ജീവിതം. വേദാഹം സമതീതാനി വർത്തമാനി ചാർജുന, വേദ അഹം സമതീതാനി, എനിക്കറിയാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഇല്ല. ഗുരുവായൂരപ്പൻ എന്താണ് പറയുന്നത്? എനിക്കറിയാത്തതായി ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഇല്ല. വർത്തമാനാനി ചാർജുന, അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷം ഇതാണ് ജീവിതം. വർത്തമാനാനി ചാർജുന. ഇനി നമ്മൾ ഭാവിയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണോ? വേണ്ട. ഭാവിയിൽ എന്താ വരുന്നതിനെക്കുറിച്ച് ഓർക്കണോ? ഒന്നും അറിയണ്ട. കാരണം സർവജ്ഞനായ ഭഗവാൻ പറയുന്നു, വേദാഹം സമതീതാനി വർത്തമാനി ചാർജുന ഭവിഷ്യാണി ച ഭൂതാനി, വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഗുരുവായൂരപ്പന് എല്ലാ കാര്യവും അറിയാമെങ്കിൽ പിന്നെ നമ്മൾ എന്തിന് നാളെയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് ഈ പ്രശ്നക്കാരൻ്റെ അടുക്ക പോയിട്ട് ജ്യോതിഷം നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ജ്യോതിഷന് നാളെ രാവിലെ മഴ പെയ്യുമെന്ന് പറയാൻ പറ്റുമോ? ജ്യോതിശാസ്ത്രജ്ഞ സാധാരണ സയൻറ്റിസ്റ്റുകൾക്ക് പോലും പറ്റുന്നില്ല. നാളെ രാവിലെ എന്താ സംഭവിക്കുന്നതെന്ന് ഏതെങ്കിലും ജ്യോതിഷക്കാരന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. പോട്ടെ, എൻ്റെ പേരെന്താന്ന് ഏതെങ്കിലും ജ്യോതിഷന് പറയാൻ പറ്റുമോ? ഇല്ല. അടുത്ത ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആരാന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പം സർവജ്ഞനാണ് ഭഗവാൻ. ഗുരുവായൂരപ്പന് മാത്രമേ
നാളത്തെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഈ നിമിഷം നമ്മൾ സർവം കൃഷ്ണാർപ്പണമസ്തു, ഗുരുവായൂരപ്പനിൽ സർവ്വതും സമർപ്പിച്ച് ജീവിക്കുക. അല്ലെങ്കിൽ ആ വിളക്ക് കാണുന്ന അവിടെയാണോ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അവസ്ഥ വരും. അല്ലെങ്കിൽ രാത്രിയുടെ മറവിൽ സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ച് അയ്യപ്പ ഭക്തന്മാരുടെ ഹൃദയത്തിൽ കാളകൂട വിഷസർപ്പമായി ചെന്ന് കൊത്തിയതുപോലെ കൊത്തിയ വ്യക്തിയെ തിരിച്ച് കുത്തി ഒറ്റപ്പെടുത്തി വീട്ടിലിരിക്കാൻ വേണ്ടി പറഞ്ഞു, വീട്ടിലിരുത്തി. ആരുടെ കാര്യമാണിത് പറയുന്നത്? സാക്ഷാൽ പിണറായി വിജയൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. പോട്ടെ, പോയ കാര്യങ്ങളൊക്കെ പോട്ടെ, പാസ്റ്റൊക്കെ പോട്ടെ, പാസ്റ്റ് ഡാൻസൊക്കെ പോട്ടെ. ആര് ഞാൻ പറഞ്ഞതല്ല, പിണറായി വിജയൻ തന്നെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഒരു കാര്യം ചെയ്യും, മോനെ വാ ഇവിടെ വാ, എന്തേച്ചു ഉടനെ കുളിച്ച് ഞാൻ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും പാപപരിഹാരാർത്ഥമായി ആത്മാവൈ പുത്രനാമസി ഇത് യജുർവേദ സംഹിതാഹ, എൻ്റെ മകനെ നീ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വാ. മകനെ വരുത്തിച്ച് കുളിച്ച് ഭംഗിയാക്കിയിട്ട് എവിടത്തോട്ട് പറഞ്ഞു വിട്ടു പിണറായി വിജയൻ? അറിയാം, എൻ്റെ എല്ലാ പരിപാടികളും തീർന്നു, ഇനി ഞാൻ വീട്ടിലിരിക്കാൻ പോവുകയാണെന്നറിയാം. മകനെ ഗുരുവായൂരിൽ പറഞ്ഞു വിട്ടു. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ 9-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ആപേചേത്സു ദുരാചാരോ ഭജതേ മാമനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹിതാ. സമ്യക് വ്യവസിതോ ഹിത. മനസ്സ് അത് നല്ലവണ്ണം പക്വമാകണം, ദൃഢചിത്തനാകണം. ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള മനസ്സിൻ്റെ കഴിവ് വികസിപ്പിച്ചവനെയാണ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹിത എന്ന് പറയുന്നത്. എന്താണ് പാസ്റ്റ് ടെൻസ്? പാസ്റ്റ് കഴിഞ്ഞു. പാസ്റ്റ് ടെൻസ് കഴിഞ്ഞതാണെന്ന് ഉറപ്പിക്കണം. പാസ്റ്റ് ടെൻസിനെ കുറിച്ച് എടുക്കരുത്. പാസ്റ്റ് ടെൻസ് പല്ലുക്കുത്തി നാറ്റിക്കരുത്. പാസ്റ്റ് ടെൻസിനെ കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡൈവേഴ്സിൽ ചെന്ന് അവസാനിക്കും. പാസ്റ്റ് ടെൻസ് പൊങ്ങിക്കരുത്, എടുക്കരുത്. ഈ പാസ്റ്റ് ജീവിതത്തിലെ പാസ്റ്റ് ടെൻസിനെയാണ് അപിചേത്സു ദുരാചാരോ. ഇവിടെ ഭഗവാൻ ദുരാചാരി എന്ന് പറയുന്നത് എന്താണ്? ജീവിതത്തിലെ ഇന്നലെ വരെയുള്ള നെഗറ്റീവ് പ്രശ്നങ്ങളെയാണ്. കൊള്ളാം ഗുരുവായൂരപ്പൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് എനിക്ക് കൊള്ളാം. എന്ത്? പാസ്റ്റ് ടെൻസ് പാസ്റ്റ്, അത് വേസ്റ്റ് ബിന്നിൽ വേസ്റ്റ് പേപ്പർ, ടിഷ്യൂ പേപ്പർ, മുഖവും കായും എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ തുടച്ചിട്ട് വേസ്റ്റ് ബോക്സിനകത്ത് ഇടുന്നത് പോലെ വേസ്റ്റാക്കി കളയുക. ദുരാചാരി എന്ന് പറയും ഇതിന്. അപക്വമായ മനസ്സിനെ, അന്ധവിശ്വാസത്തെയും അനാചാരവും കാരണം നിഷ്പ്രയോജനമായ ഇന്നലെ വരെയുള്ള ജീവിതം, അനാവശ്യമായ ചിന്തകളെ, അനാവശ്യമായ ആചാര അനുഷ്ഠാനങ്ങൾ, ഇവയാണ് ഇന്നലെ വരെ ഉണ്ടായ ദുസ്വഭാവങ്ങൾ. അത് മദ്യപാനമായിക്കോട്ടെ, മയക്കുമരുന്നായിക്കോട്ടെ, കുടുംബ പ്രശ്നമായിക്കോട്ടെ, കലഹമായിക്കോട്ടെ, അച്ചടക്കവും അടുക്കും ചിട്ടയുമില്ലാത്ത ജീവിതം നയിക്കുന്നവരെയാണ് ഇവിടെ അഭിചേതത് ദുരാചാരോ, ദുരാചാരി എന്ന് പറയുന്നത്. ഈ ദുരാചാരി, ഇന്നലെ വരെ തെറ്റായ ജീവിതമാർഗം നയിച്ച ദുരാചാരി പ്രസന്റ് ടെൻസിലെത്തുമ്പോഴോ ഭജതേ മാമനന്യഭാഗക്ക്, ഏകാഗ്രമായ ഒരു അഖണ്ഡ നാമജപം കൊണ്ട് സാധുവായിത്തീർന്നു, സമ്യക് വ്യവസിതനായിത്തീർന്നു, ദൃഢചിത്തനായിത്തീർന്നു, ഉറച്ച തീരുമാനം എടുക്കാനുള്ള
കഴിവ് നാമജപത്തിലൂടെ സ്വന്തമാക്കി. അപ്പോഴോ അയാൾ ഉറച്ച തീരുമാനങ്ങളെടുത്തു. എന്താണ് എടുത്തിട്ടുള്ളത്? ശബരിമല ശ്രീധർമ്മ ശാസ്താവാണ് സത്യം. ഞാൻ മദ്യവും മയക്കുമരുന്നും ഇനി മുതൽ തൊടില്ല. ഗുരുവായൂരപ്പനാണ് സത്യം. ബ്രാഹ്മി മുഹൂർത്തമുത്തായ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിഷ്ണു സഹസ്രനാമം ജപിച്ച് നാമജപം ചെയ്യിച്ച് ക്ഷേത്രങ്ങളിൽ പോയിട്ട് ക്ഷേത്ര ദർശനങ്ങളൊക്കെ കഴിഞ്ഞ് ദിവസേന ജോലിക്ക് ഞാൻ പോയി ധനസമ്പാദനത്തിൽ ഏർപ്പെടും. പിന്നെ കൊടുങ്ങല്ലൂരമ്മയാണ് സത്യം. എൻ്റെ കുടുംബാംഗങ്ങളെയും എൻ്റെ ഭാര്യയെയും ഞാൻ വഴക്കിടില്ല. പഴനിമല വെട്ടിവേൽ മുരുകനായാണ് സത്യം. എനിക്കൊരു ദുസ്വഭാവം ഉണ്ടായിരുന്നു. വിഷം കലക്കിയിട്ട് ഞാൻ മുറുക്കുമായിരുന്നു. ഇനി മുതൽ ഞാനത് തൊടില്ല. അപ്പോൾ മനസ്വസ്ഥത തേടുമ്പോൾ ക്ഷിപ്രം ഭവതി ധർമാർത്ഥി ഒഴുകി വരികയായി. ഇമ്മീഡിയറ്റായി പരമശാന്തി. അപ്പോൾ ഈ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുമ്പോഴോ കൊടുങ്ങല്ലൂരമ്മയാണ് സത്യം. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കുറ്റവും കുറവും പറയില്ല. എങ്ങനെയുണ്ട് തീരുമാനം? എങ്ങനെയുണ്ട്? നന്നായി. അഘോര ശിവനാണ് ഏറ്റുമാനൂര്. അപ്പം ഏറ്റുമാനൂരപ്പനാണ് സത്യം. ഞാൻ എൻ്റെ ഭാര്യയെ പഴിചാരില്ല, കുറ്റവും കുറവും പറയില്ല. എനിക്ക് അവസാന നിമിഷം വരെ വേണ്ടതാണ് എൻ്റെ പ്രണയസഖി. അതുകൊണ്ട് ശിവപാർവതി സങ്കല്പം, അർദ്ധനാരീശ്വര സങ്കല്പമുള്ള ഏറ്റുമാനൂരപ്പനാണ് സത്യം. ഞാൻ എൻ്റെ ഭാര്യയിലൊരു കുറ്റവും കുറവും ദർശിക്കില്ല. അപ്പോൾ നമ്മുടെ ഭാര്യ എന്ത് സത്യപ്രതിജ്ഞ ചെയ്യും? മൂകാംബിക അമ്മയാണ് സത്യം, ആറ്റുകാൽ അമ്മയാണ് സത്യം, കൊടുങ്ങല്ലൂർ അമ്മയാണ് സത്യം. എൻ്റെ ഭർത്താവിനോട് ഞാൻ കയർത്ത് സംസാരിക്കില്ല. എൻ്റെ മക്കളുടെ മുന്നിൽ വെച്ച് എൻ്റെ ഭർത്താവിനോട് ഞാൻ വഴക്കിടില്ല. ഇങ്ങനെ ഒരു നല്ല തീരുമാനങ്ങളുമായി മുന്നോട്ട് നയിക്കുമ്പോൾ ശ്രീശങ്കരാചാര്യരുടെ കനകധാരാ സ്തോത്രം അവിടത്തേക്കൊരു ഒഴുകി വരികയായി. അംഗം ഹരേ പുളകഭൂഷണമാശ്രയം ദേ ഭൃംഗാംഗനേവ അംഗീകൃതാകില വിഭൂഷിത മപംഗ. ഈ കനകധാരാ സ്തോത്രം കുടുംബത്തിലേക്ക് എന്തായി? ഒഴുകി വരികയായി. അപ്പോൾ ഒഴുകി വരുമ്പോഴേക്കും നാരായണ പ്രണയിനി. ഇവിടെ ശ്രദ്ധിക്കണം, നാരായണ പ്രണയിനിയാണ് മഹാലക്ഷ്മി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വഴിയാണ് ശങ്കരാചാര്യരുടെ കനകധാര. നാരായണൻ്റെ പ്രണയിനിയാണ്. അപ്പോൾ ഈ സ്വർഗീയമായ ജീവിതം, എൻ്റെ കർമ്മം ഈ വീടിൻ്റെ ഐശ്വര്യമായി പ്രവർത്തിക്കുന്നു. ഇതാണ് ഇവിടെ പാസ്റ്റ് ടെൻസിൽ നിന്നും പ്രസൻറ്റ് ടെൻസിലോട്ട് അഖണ്ഡ നാമജപത്തിലും ഏകാന്ത ഭജനത്തിൽ. ഏകാന്ത ഭജന വെച്ചാൽ ടാപ്പ് ഓൺ ചെയ്ത് ബാത്റൂമിൽ പൈപ്പ് വെള്ളം വീഴുന്നത് പോലെ ആ നാമജപം പോലെ. അപ്പോൾ നാമജപം പോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായി മാറും? ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, ചക്ക വെട്ടുമ്പോൾ ആ കത്തിക്കെണ്ണ തേച്ചാൽ മതി, എന്നാലോ ചക്കയുടെ പശയൊന്നും അതിന് ഒട്ടിപ്പിടിക്കില്ല. ഞങ്ങളെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയും, പൊറോട്ട അടിക്കുമ്പോൾ പാമോയിൽ ഇടക്കിടക്കേ എടുത്ത് അതിനകത്തൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കും. എന്തിനാണ്? ഈ മൈദമാവ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. ഇതുപോലെ നാമജപം നമ്മുടെ ജീവിതത്തിന് അടിമുട്ടി പരിവർത്തനം വരുത്തുമ്പോൾ സാധു ഏവ സമന്തവ്യ. ഇങ്ങനെ ജപിക്കുന്നവൻ 100% പരിശുദ്ധമായി തീരും. 24 കാരറ്റ് ഡയമണ്ടായി മാറും. സമ്യക് വ്യവസിതോ ഹി സാ. ഇവൻ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിത്തീരും, ഏറ്റവും വലിയ അസറ്റായി മാറും കുടുംബത്തിന്. എങ്ങനെ? മന്ത്രജാസിദ്ധിയിലൂടെ. വേദങ്ങൾ പറയുന്നതാണിത്. ജപശക്തി, മനഃശക്തി, ജപശക്തിയിലൂടെ
മനഃശക്തി വർദ്ധിപ്പിക്കാം, മനഃശക്തിയിലൂടെ ആത്മശക്തി വർദ്ധിപ്പിക്കാം, ആത്മശക്തിയിലൂടെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കാം, ഇച്ഛാശക്തിയിലൂടെ മനക്കരുത്ത് ഉൾക്കരുത്ത് വർദ്ധിപ്പിക്കാം, ഉൾക്കരുത്ത് വർദ്ധിപ്പിക്കുന്നതിലൂടെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസും നമ്മുടെ വിൽ പവറും നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ മക്കൾക്ക് ഈ വിൽ പവർ വർദ്ധിക്കണോ വേണ്ടയോ? ജ്ഞാനശക്തി വർദ്ധിക്കോ, ജ്ഞാനശക്തി വർദ്ധിക്കോ. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത. ബ്രെയിനിൽ ഒരു മെമ്മറി പവർ വർദ്ധിക്കും. നമ്മുടെ കുട്ടികൾക്ക് മെമ്മറി പവർ വർദ്ധിച്ച് എല്ലാ വിഷയങ്ങളും A+ മേടിച്ച് എൻട്രൻസ് എക്സാമുകളിലൊക്കെ ഫസ്റ്റ് റാങ്ക് കിട്ടാനാണ് ഈ ഒരു ട്രിക്ക് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഒരു വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ഒരു ലളിതാ സഹസ്രനാമം കൊണ്ട് ഈ കുട്ടികളുടെ മെമ്മറി പവർ നമുക്ക് വർദ്ധിപ്പിക്കാൻ വരും, മനഃശക്തി നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഈ വിഷ്ണു സഹസ്രനാമം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു എന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തിയെയാണ് 1000 നാമങ്ങളിലൂടെ സ്തുതിക്കുന്നത്. അപ്പോൾ ഇത് രാവിലെ നമ്മളങ്ങോട്ട് ചൊല്ലുക, നമ്മുടെ മക്കൾ പഠിച്ചോളും, നമ്മുടെ ഭാര്യ പഠിച്ചോളും, നമ്മുടെ കുടുംബാംഗങ്ങൾ പഠിച്ചോളും. അപ്പോൾ ഈ ഒരു വിഷ്ണുവിനെയാണ് 1000 നാമത്തിലൂടെ ചൊല്ലുമ്പോൾ അവരെ കമ്പാരിറ്റീവ് അനലറ്റിക്കൽ പവറാണ് വർദ്ധിക്കുന്നത്. കമ്പാരിറ്റീവ് അനലറ്റിക്കൽ പവർ സ്ട്രെങ്ത്ത് വർദ്ധിച്ചു കഴിഞ്ഞാലോ എൻട്രൻസ് എക്സാമിന് ഒരു ക്വസ്റ്റ്യന് 3 ആൻസർ ഒരുപോലെ ആയിരിക്കും. അതിൽ പെർഫെക്റ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇത് സെലക്ട് ചെയ്യാനുള്ള അറിവും കഴിവും നമ്മുടെ മക്കൾക്കുണ്ടാവും. അപ്പോൾ ലളിതാ സഹസ്രനാമം വൈകുന്നേരം ചൊല്ലുമ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് എക്സ്പാൻഷൻ പ്രോഗ്രാമായിരിക്കും. മെൻ്റൽ ഹെൽത്ത് കൊണ്ട് വേണം ഇവർക്ക് മത്സര പരീക്ഷകളിൽ നമ്പർ 1 തീരാൻ. അപ്പോൾ ഈ ലളിതാ സഹസ്രനാമത്തിൽ അവസാനം പറയും ഓം ശ്രീ ശിവ, ഓം ശ്രീ ശിവ ശിവശക്തൈക്യരൂപിണി ലളിതാംബിക ഏവം ശ്രീ ലളിതാദേവ്യൈ നാമം സഹസ്രജഗു. ലളിതാ സഹസ്രനാമ ജപം കൊണ്ട് ജീവിതം ലളിതമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. സിമ്പിളായിട്ട് കുടുംബജീവിതത്തിൽ നമുക്ക് ശിവശക്തിയായുക്തോ ശിവനും ശക്തിയും ചേരുന്നത് പോലെ ഭാര്യയും ഭർത്താവും ചേർന്നുകൊണ്ട് കുടുംബജീവിതം ലളിതമായിട്ട് സിമ്പിളായിട്ട് ഈസിയായിട്ട് നമുക്ക് കൊണ്ട് നടക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നിലും ഒരു താല്പര്യവുമില്ലാത്ത മക്കൾക്ക് എല്ലാത്തിലും നല്ല താല്പര്യത്തിന് അതാണ് ഇവിടെ എന്ത് പറഞ്ഞത്? സമ്യക് വ്യവസിതോഹിത. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് സാധിക്കുന്ന അറിവും കഴിവുമാണ് നമ്മുടെ മക്കൾക്ക് നല്ല തീരുമാനങ്ങളെടുത്ത് നല്ല നടപ്പിൽ വരുത്താനുള്ള മനഃശക്തിയും മനോഊർജവും മനസ്സിൻ്റെ അസാമാന്യമായ കഴിവും മനസ്സിൻ്റെ അസാമാന്യമായ കഴിവും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും 6th സെൻസ് ഓപ്പണാകാനും ഈ രാവിലെ ഒരു വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ഒരു ലളിതാ സഹസ്രനാമം സമയം കിട്ടുമ്പോഴൊക്കെ ഭഗവത്ഗീത പഠനത്തിലൂടെ നിങ്ങൾക്കറിയാം മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ എൻ്റെ അച്ഛൻ പഠിപ്പിച്ച ഈ ധർമ്മശാസ്ത്രം ഞാൻ നിങ്ങളോട് പറയുന്നു. അതുപോലെ തന്നെ സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മതാചാര്യ എൻ്റെ ആചാര്യനായ സദ്ഗുരുദേവ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളെ, ചിന്മയാനന്ദ മഹാരാജിൻ്റെ ശിഷ്യനാണ് അദ്ദേഹം. ചിന്മയാനന്ദ മഹാരാജ് എന്ന് പറഞ്ഞ ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രമാണ് ആ ഗുരുപരമ്പരയിലൂടെ കിട്ടിയ ഈ ധർമ്മശാസ്ത്രം. നമ്മുടെ മക്കളെ ഇത് പഠിപ്പിക്കണം. എന്തിന്? ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ. ജ്ഞാനം വേണം, എല്ലാം പഠിക്കണം.
അറിവ് വേണം, MBBS വേണം, എൻട്രൻസ് വേണം, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണം, എഞ്ചിനീയർമാരാവണം, അഗ്രികൾച്ചർ പഠിക്കണം, എല്ലാ വിദ്യാഭ്യാസവും വേണം. ഒപ്പം ഈ ധർമ്മശാസ്ത്രങ്ങൾ കൂടെ പഠിക്കുകയാണെങ്കിൽ ദുഃഖമില്ലാത്ത അവരുടെ ജീവിതാവസ്ഥയിലേക്ക് നമുക്ക് ഉയർത്താം. എങ്ങനെ ജീവിതം കൊണ്ട് നടക്കണം എന്നുള്ളതാണ്. ശ്രീകൃഷ്ണ ചരണം ഭോജം സ്മരേ ദുഃഖം ഗമിഷ്യതേ. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം. എല്ലാവരിലും ഇതൊരു പ്രസാദമായി എത്തിക്കാൻ നിങ്ങളെ ആ ജഗദീശ്വരനായ പരമേശ്വരനായ അയ്യപ്പസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വാമി ശരണമയ്യപ്പ.